ഈ ആരാധനയെ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ ഉയർപ്പ് സൺഡേ എന്ന് ലോകം ആഘോഷിക്കുന്ന ഈ പകലിൽ നമുക്ക് കർത്താവിൻ്റെ ഉയർപ്പ് സന്തോഷം തരുന്ന പദമാണെങ്കിൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു പ്രാവശ്യം കൂടെ നല്ല ശബ്ദത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പകലത്തെ വേദവചന ചിന്തയ്ക്കായി മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള പദങ്ങൾ നമ്മൾ പ്രാരംഭ വാചനത്തിനായി എടുക്കുന്നു. അപ്പോൾ തന്നെ 6-ാമത്തെ പദമാണ് പ്രധാനമായി ഞാൻ ഇന്ന് പകൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. For today's meditation, I want to turn your attention to Mark chapter 16 verses 1 through 6, and I want to share with you mainly from verse 6. അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല, അവനെ വെച്ച സ്ഥലം ഇതാ എന്ന് പറഞ്ഞു. And he said to them, do not be alarmed. You seek Jesus of Nazareth, who was crucified. He has risen. He is not here. See the place where they laid him. ഇന്ന് സന്ദേശത്തിന്റെ തലവാചകം കൊടുക്കുന്ന ഇങ്ങനെയാണ്: ക്രിസ്റ്റോസ് അനസ്റ്റി, ക്രൈസ്റ്റ് ഈസ് റിസൺ എന്നാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സന്തോഷം. Hallelujah, praise the Lord. ഹല്ലേലൂയ. എന്നോട് ചേർന്ന പദം പറഞ്ഞേ: ക്രിസ്റ്റോസ് അനസ്റ്റി. Christos anesti. ഉറക്കെ പറഞ്ഞാട്ടെ: ക്രിസ്റ്റോസ് അനസ്റ്റി. Christos anesti. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ: യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Christ is risen. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Our Christ is risen. ഈ ക്രിസ്റ്റോസ് അനസ്റ്റി എന്ന പദം ക്രൈസ്റ്റ് ഈസ് റിസൺ അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതിന്റെ ഗ്രീക്ക് പദമാണ്. So Christos anesti is the Greek word of Christ is risen. ഇംഗ്ലീഷ് ഭാഷ യൂണിവേഴ്സൽ ഭാഷയാകുന്നത് പോലെ തന്നെ ആകുന്നത് പോലെ തന്നെ ഒരു കാലത്ത് ഗ്രീക്ക് ഭാഷ യൂണിവേഴ്സൽ ഭാഷയായി അംഗീകരിച്ച കാലമുണ്ടായിരുന്നു. In the modern world, as English is considered as universal language, Greek was universal language in the ancient times. ആ കാലങ്ങളിൽ ദൈവസഭകൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് സൺഡേയിൽ ആലയത്തിന് ചുറ്റും നടന്ന് ഈ പദം പറയുമായിരുന്നു എന്ന് സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നു. According to scholars, the church members, the believers would go around their church and would say and proclaim this word, Christ is risen, Christos anesti. ഇന്ന് പകൽ അനേക പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പദം പറയും. മാത്രമല്ല, ജീവിതത്തിന്റെ കണ്ണുകൾ തിരുമ്മി അടയുന്നിടം വരെ നമുക്കുറക്കെ പറയാനുള്ളൊരു പദമുണ്ടെങ്കിൽ എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. We are going to proclaim this word several times today, not only today but until we die. If we have something to boast upon, that is on this word, that our Jesus Christ is risen from the dead. നമ്മുടെ കർത്താവിന്റെ കാലത്ത് ക്രൂശ് മരണം ഒരു സർവ്വസാധാരണമായിരുന്നു. So during the times of our Jesus, a crucifixion death was something very common. അന്നത്തെയുള്ള ആൾക്കാർക്ക് ഒരാൾ ക്രൂശിൽ കയറുന്നു എന്ന് പറഞ്ഞാൽ അവര് ഒരാളെയും കൂടെ റോമൻ ഗവൺമെന്റ് പണിഷ്മെന്റ് ചെയ്തു എന്നേ പറയാറുള്ളൂ. So whenever they hear that someone is being crucified, they would think that it is another punishment, and they don't give it much attention. റോമൻ ക്യാപിറ്റൽ പണിഷ്മെന്റിൽ ഒന്നായിരുന്നു ഈ ക്രൂശ് മരണം എന്ന് പറയുന്നത്. Crucifixion was one of the methods of capital punishment that Romans used. യേശുവിന്റെ കാലഘട്ടങ്ങളിൽ നൂറുകണക്കിന് പോരാ ആയിരക്കണക്കിന് മനുഷ്യർ ക്രൂശിൽ കയറി മരിപ്പാനിടയായി. And in Jesus times, many people were, thousands of people were crucified. അവർ പണിഷ്മെന്റ് ആയി കൊടുത്ത് അതായിരുന്നത് കൊണ്ട് നമുക്കറിയാം യേശുവിന്റെ ക്രൂശ് മരണത്തിൽ രണ്ടുപേരെ അപ്പുറം ഇപ്പുറം രണ്ട് കള്ളന്മാരെ ക്രൂശിക്കുന്നതായി കാണാൻ കഴിയും. And it was a punishment form, and during Jesus crucifixion too, there were 2 more people who crucified along with him. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം വ്യത്യസ്തമാകുന്നതിന് ഒരു കാരണമുണ്ട്. The reason why Jesus does stand alone is യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം യേശുവിനെയും വ്യത്യസ്തമാക്കുന്നത് 3-ാം നാൾ ക്രൂശിലെ മരണത്തെ ജയിച്ചുകൊണ്ട് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. Hallelujah. The most important reason why Jesus and his crucifixion does stand out is because he is risen from the dead on the 3rd day. റോമാലേഖനം 1:15 ഇങ്ങനെ പറയുന്നു. Romans 1:15 we read, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് അടുത്ത പദം എങ്ങനെയാണ്? ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുകയാൽ. Amen. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിച്ചു. By whom we have received grace and apostleship. Chapter 1 verse 5.
Chapter 1 verse 5 we read this, through whom we have received grace and apostleship to bring about the obedience of faith for the sake of his name among all the nations, including you who are called to belong to Jesus Christ. And verse 4 we read, and was declared to be the Son of God in power according to the Spirit of holiness by his resurrection from the dead, Jesus Christ our Lord. അവിടുത്തെ പദം ശ്രദ്ധിക്കണം, ഉയർത്തെഴുന്നേൽക്കുകയാൽ, being resurrected from the dead. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രന് യേശുക്രിസ്തുവിനെ ശക്തിയോടെ നിർണയിച്ചു. He was declared to be the Son of God in power according to the Spirit of holiness. ഞാൻ എൻ്റെ യേശുവിനെ ആരാധിപ്പാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, The most important reason why I worship my Lord is യേശു കല്ലറക്കകത്ത് ഒതുങ്ങിയില്ല. he was not just ended up in the burial tomb. മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. The death could not hold him back. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശു പുറത്തു വന്നതുകൊണ്ട് ഞാൻ വിളിക്കുന്നു, അവൻ ദൈവപുത്രനാണ്. We call him the Son of God because he came out of his tomb. അതുകൊണ്ട് എല്ലാ നാവും ചേർന്ന് പറയും, യേശു കർത്താവ് ദൈവമെന്ന്. എത്ര പേര് ചേർന്ന് പറയും, എന്റെ യേശു കർത്താവെന്ന്? എല്ലാ നാവുകളും ചേർന്ന് പറയട്ടെ. So one day every tongue will confess that our Jesus Christ alone is Lord. He is risen. ക്രിസ്റ്റോസ് അനസ്റ്റി, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Our Jesus is risen. Christos anesti. നമ്മുടെ കർത്താവിന്റെ ഉയർപ്പുമായി സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട പാഠങ്ങൾ, ചിന്തകൾ നിങ്ങളെ ഓർപ്പിച്ച് എൻ്റെ സന്ദേശത്തിന് അവസാനമിടുവാൻ I ആഗ്രഹിക്കുന്നു. want to share with you 3 important points in relation to Jesus' resurrection and we'll conclude. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ വ്യാപരിച്ച ശക്തി. Number 1, the power of resurrection. ഉയർപ്പിന്റെ ശക്തി എന്നുള്ള പദമാണ്. The power of resurrection. 2, the point or main message of resurrection. The point of resurrection or the message of resurrection. 3, purpose of resurrection. ഈ 3 പദങ്ങൾ നിങ്ങളെ ഓർമ്മയിൽ വരുത്തി എൻ്റെ സന്ദേശത്തിന് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. The third one is the purpose of resurrection. ദൈവശക്തി, ഈ കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തിയെ കുറിച്ച് പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. About the power of resurrection, Paul once said, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. the power that works for someone who believes. എഫെസ്യർ ലേഖനം 1:20 പദം കൊടുത്തിരിക്കുന്നത്. Ephesians chapter 1 verse 20 we can see that. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അടുക്കിട്ട് വരുമ്പോൾ, as it is talking about Holy Spirit, 1:20 ഇങ്ങനെ പറയുന്നു, ആ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചു. and that power also worked in Jesus Christ. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. and he was raised from the dead. ഫിലിപ്പിയ ലേഖനത്തിൽ വരും പൗലോസ് പറയുകയാണ്, എനിക്ക് ആ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തിയെയും ഒന്ന് അടുത്തറിയണം. In the book of Philippians, Paul says that I want to know that Jesus Christ and the power of his resurrection. ക്രിസ്തുവിനെ ഉയർത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യാപരിച്ച ഒരു ശക്തിയെ കുറിച്ച് ദൈവമക്കൾ അറിയാതെ പോകരുത്. When we say that Jesus is resurrected from the dead, we should not go unaware of the power that rose him from the dead. ഇന്ന് പകൽ ആ ശക്തി ഒന്ന് അടുത്തറിയുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവർക്കത് അടുത്തറിഞ്ഞ് മടങ്ങിപ്പോകാൻ ഈ പകലിടയാകട്ടെ. If you want to know that power close in your life, God will give you strength and grace to know that power personally. യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തി കല്ലറയിൽ വ്യാപരിച്ചപ്പോൾ, and when the power of resurrection was working on the tomb, സംഭവിച്ച പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. the most important things happened there were, യേശുവിനെ അടക്കി അവിടെ തന്നെ ഇരുന്ന ചില സഹോദരിമാരുണ്ടായിരുന്നു. there were some sisters who just stood by there itself after Jesus was buried. മത്തായി 27-ാം അധ്യായത്തിൽ ആ പദം കൊടുത്തിട്ടുണ്ട്, സഹോദരിമാർ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും യോസന്നയും കൂടെ അവിടെ തന്നെ കല്ലറയിരുന്നു. In the book of Matthew we can see that these 3 sisters stood by the tomb itself. പിറ്റേ ദിവസം ശാബത്തായതുകൊണ്ട് അവർ ഒരുക്കുവാനായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. Then because the next day was Sabbath, they went back to their own houses to prepare for him. ഒരുക്ക സമയം കഴിഞ്ഞ ഉടനെ അവർ സുഗന്ധവർഗ്ഗത എല്ലാം ഒരുക്കിയെടുത്തു. And after their preparation they came back with the spices. ശബത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ അവർ ഇതെല്ലാം പോയി പർച്ചേസ് ചെയ്ത് ഒരുക്കി വിലപിടിപ്പുള്ള സാധനങ്ങൾ അവർ ഒരുക്കിയെടുത്തു. And all those spices which were expensive they brought it back. അതിരാവിലെ അവർ എഴുന്നേറ്റു. മർക്കോസ് 16:11 വാക്യം വായിക്കുമ്പോൾ അതിരാവിലെ
രാവിലെ അവർ എഴുന്നേറ്റു. And in Mark chapter 16:1 we can see that they woke up early in the morning. ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കല്ലറയിലേക്ക് വരികയാണ്. When it was still dark, they came to the tomb. 16:3 ഇങ്ങനെ വായിക്കുന്നു. In 16:3 we read. വരുന്ന വഴിക്ക് ഈ സഹോദരന്മാർ തമ്മിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. And there is a question that these sisters are asking on the way. 2 ദിവസം മുമ്പ് നമ്മൾ കല്ലറയുടെ വാതിൽക്കൽ കണ്ടൊരു കാര്യമുണ്ട്. No, there is something that we saw on the mouth of the tomb. ഒരു വലിയ കല്ല് ഉരുട്ടി വെക്കുന്നു. There was a big stone laid there. അത് റോൾ ചെയ്യുന്ന സൗണ്ട് എന്റെ ചെവിയിലുണ്ട്. You know, she knew how the sound was rolling this big stone to the door. തള്ളി വെക്കുവാൻ അവർ കഷ്ടപ്പെടാൻ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു. They saw that the big soldiers were working hard in order to cover. വിലപിടിപ്പുള്ള ആരാധന സുഗന്ധദ്രവ്യം യേശുവിന്റെ ശരീരത്തിൽ പൂശണമെങ്കിൽ എനിക്ക് തടസ്സമില്ല. And the sisters were saying this stone is an obstacle on our way to worship and give the expensive spices to our body of Jesus. തമ്മിൽ ചോദിക്കുകയാണ്, who can move the stone for us? ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? They were asking within themselves, who will roll away the stone for us? ഇന്ന് പകൽ ആരൊക്കെയോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പർവ്വത സമാനമായ ഈ പ്രശ്നം എന്റെ മുമ്പിൽ ആര് മാറ്റും? Many of you are asking the same question today, who will remove this big stone from my way? രോഗത്തിന്റെയും കെടുതികളെയും സങ്കടത്തിന്റെ നടുവിൽ നാം എത്രയോ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? When problems came our way several times, we cried and asked God, who will remove this stone എന്റെ away from കുഞ്ഞുങ്ങളെ, me? യൗവനക്കാരെ, നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്? My youngsters, like how many times you have എന്റെ asked this സഭാ question? കുടുംബങ്ങളെ, നിങ്ങൾ എത്ര പ്രാവശ്യം പ്രശ്നങ്ങളുടെ നടുവിൽ My ചോദിച്ചിട്ടുണ്ട്? fellow believers, how many times we have asked this question? ഒരു സഭാ ശുശ്രൂഷകനായ ഞാൻ പല പ്രാവശ്യം വീഴ്ച നടുവിൽ ചോദിച്ചു, ആർക്കെന്റെ ഈ കല്ല് ഈ പ്രശ്നങ്ങൾ വീട്ടി മാറ്റുവാൻ കഴിയും? And I asked, myself several times, Lord, who would help me to roll away this stone? പക്ഷേ ഈ പ്രശ്നത്തിന്റെ ഭംഗി എന്താണെന്നറിയാമോ? But you know what is the beauty of this problem? മനോഹാരിത എന്ന് പറയുന്നത്, നമ്മളെപ്പം കല്ലിന്റെ അടുക്ക ചെല്ലുന്നോ കല്ല് ഉരുണ്ടി മാറിയിരിക്കും. Hallelujah. The beauty Ramana, of this is Sianthana. that whenever you reach that problem will be automatically moved away. അതെങ്ങനെ ഉരുളുമെന്ന് ചോദിച്ചു നിൽക്കുമ്പോ പ്രതികൂലത്തിൽ എനിക്ക് കാല് വെക്ക് സമയത്ത് കല്ല് നമ്മൾ ഉരുണ്ടതായി കാണുന്നുണ്ട്. When you question in your heart, like how will I face this problem? But when you reach the problem, you will see that it is already rolled away. ഇന്നലകളിൽ ചെങ്കടലുകൾ നമ്മുടെ മുമ്പിൽ മാറിയിട്ടുണ്ട്. Oh, yesterday's Red Sea had a part of ഇന്നലകൾ ജോർദാൻ നമ്മുടെ മുമ്പിൽ മാറിയിട്ടുണ്ട്. Jordan had separated for ഇന്നലെ us. എരികോമുകൾ പലതും താഴെ വീണിട്ടുണ്ട്. Jericho's fell down for us. എങ്ങനെ മാറുമെന്ന് തോന്നിയപ്പോ ചോദിച്ചപ്പോ ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു പ്രവർത്തിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ആ ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. When you ask the question, Lord, how this problem would move away, if you can remember how God miraculously helped you, let us give praise to Him and thank God. ശരിയാണ്, 2 ദിനം മുമ്പ് അവർ ഐ വിറ്റ്നസ് ആണ് കല്ലുരുട്ടി വെക്കുന്നതിന്. It is true that they themselves were eyewitnesses that this big stone was laid on the mouth of the tomb. ശരിയാണ്, ആ കല്ലുകൾ വലിയ കല്ലുകളാണ്. It is a fact that was a very heavy stone. പക്ഷേ ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിച്ചാൽ, But when the power of the Lord comes upon it, ആത്മാവിനെ ദൂത് പറയുന്നു, ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിച്ചാൽ, if the power of the Lord comes upon it, വിശ്വസിക്കാൻ കഴിയുന്ന സ്തോത്രം തുടങ്ങിക്കോ. ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിച്ചാൽ, ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിച്ചാൽ, പുനരുത്ഥാന ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചാൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ കല്ലുകളെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ, പർവ്വത സമാനമായ വിഷയങ്ങളെ ഉരുട്ടി കളയുവോ. Hallelujah. Yes Lord Jesus, thank you Lord. Hallelujah. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഈ പുനരുത്ഥാന ശക്തി വ്യാപരിച്ചപ്പോൾ സംഭവിച്ചത്. Another important thing that happened during the power of resurrection is മത്തായി സുവിശേഷം 27:62 വാക്യങ്ങൾ വായിക്കുമ്പോൾ, Matthew 27:62 onwards, അവിടെ നമ്മൾ വായിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ് വായിക്കുന്നത്. This is what we read. ഒരിക്കൽ നാളിന്റെ പിറ്റേന്ന് മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ വന്നു. അന്നത്തെ ഗവർണറുടെ അടുക്കൽ വന്നു. So the Pharisees and the scribes came to the governor. 63 വാക്യം ഇങ്ങനെ പറയുന്നു, Verse 63 says, യജമാനെ, ഈ ചതിയൻ, യേശുവിനെ വിളിച്ച പേരാ, ജീവനോടിരിക്കുമ്പോൾ
3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നു. So the Pharisees and Jewish leaders, was telling to this governor, sir, we remember that deceiver that they were referring to Jesus, while he was yet alive, after 3 days I will rise again. He said that. അതിനകത്ത് അഭംഗിയായ ഒരു വസ്തുതയുണ്ട്. There is something not that pretty there. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ഇത് വിശ്വസിച്ചിരുന്നില്ല എന്ന് ഒരു പദം കൊടുത്തിട്ടുണ്ട്. In the book of John, we can see that, the disciples did not really believe what Jesus had said. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ എമ്മുവസിലേക്ക് ശിഷ്യന്മാരോട് ഇത് പറയുമ്പോൾ അങ്ങനെ കേട്ടുപോലൊരു കേൾവിയില്ലെന്ന് പറയുന്നു. When Jesus was talking to the disciples who were walking to Emmaus, they didn't even pretend that they knew that Jesus was going to rise up. പക്ഷേ അന്നത്തെ എന്നെ കേട്ടെ, മഹാപുരോഹിതന്മാർക്കും സദൂക്യന്മാർക്കും നേതൃത്വങ്ങൾക്ക് അറിയാമായിരുന്നു ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. But the leaders at that time, the high priest and the Pharisees and Sadducees, they remembered and thought that it might be true that Jesus said he would rise on the third day. അരിമത്തിയിലെ യോസഫും നിക്കോദിമോസും കൂടെ ഇതിനെ അടക്കിയിട്ട് പോകുമ്പോൾ കുറെ സഹോദരന്മാർ ശിഷ്യന്മാർ അവിടെ ഇരിക്കുന്ന കണ്ടെന്ന് പറയുകയാണ്. And the Joseph of Arimathea and the Nicodemus, when they, after burying Jesus, when they went back, they saw some sisters, sitting by. അതുകൊണ്ട് അവർ എടുത്തുകൊണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് കള്ളം പറയാൻ സാധ്യതയുണ്ടെന്ന് അവിടെ അവർ പറയുന്നു. So they are saying that they might steal the body of Jesus and would say that he is risen. 65-ാമത്തെ വാക്യം നോക്കണേ, മത്തായി 27:65. Matthew 6:27-65. ഈ വാചകമടിയെല്ലാം കേട്ട പീലാത്തോസ് പറയുകയാണ്, and after when they told all these things, Pilate says, കാവൽ കൂട്ടത്തെ തരാം, and I will give you a watch. സോൾജേഴ്സിനെ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. I will give you as many soldiers as you would like. അടുത്ത പദം, നിങ്ങളാകുന്നിടത്തോളം ബന്ധോസാക്കിക്കോണം. He said, make it as sure as all of you can. പീലാത്തോസ് എന്ന് പറയുന്ന റോമൻ ഗവൺമെന്റിന്റെ മാക്സിമം സപ്പോർട്ട്. And they had the maximum support of the imperial government of Rome. യഹൂദന്മാരുടെ നേതൃത്വങ്ങളുടെ മാക്സിമം ഉറപ്പുകൾ, ബന്ധോസുകൾ. And the high priest and the Jewish leaders had their maximum support given to this. 66-ാം വാക്യം വായിച്ചേ. And if you would see verse 66, അവരെല്ലാരും കൂടെ ചെന്ന് കല്ലിന് റോമൻ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ മുദ്ര അങ്ങ് വെച്ചു. and so they went and made the tomb sure, sealing the stone and setting a watch. അവർക്കാകുന്നത് പോലെ മാക്സിമം കാവൽ കൂട്ടത്തെ വെച്ച് ഉറപ്പുവരുത്തി. They made sure that they have their maximum watch over that thing. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്നത്, when the power of resurrection happens, the second thing that would happen എന്റെ is, ചെവി തുറന്ന് കേൾക്കണം, എത്ര അധികാരമുള്ളവന്റെ കരമാണെങ്കിലും, however mighty the hands against എത്ര us, അധികാരമുള്ളവന്റെ മുദ്രയാണെങ്കിലും, however maximum sure that they could, യേശുവിന്റെ പുനരുത്ഥാന ശക്തിയുടെ മുമ്പിൽ, amen, by the in front of the power of resurrection, oh, it would be torn away. ചൂടാമാന ശാന്തരാധന, എത്ര അധികാരമുള്ളവന്റെ മുദ്രയാണെങ്കിലും എന്റെ യേശുവിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി അതിനെ പൊട്ടിച്ചു മാറ്റും. Hallelujah, hallelujah, the power of Jesus, hallelujah. Thank you, Jesus. അധികാരമുള്ളവർ ഇന്നും മുദ്രകൾ വെക്കുന്നു. The authorities still, stamp and seal. മുദ്ര വെച്ചവരുടെ ആഗ്രഹം എന്തെന്നറിയാമോ? Those who seal, what is their desire? ഇനി നസ്രായം പുറത്തു വരത്തില്ല. The Jesus of Nazareth should never come ഇനി out. അത്ഭുതങ്ങളില്ല. No more miracles. ഇനി അടയാളങ്ങളില്ല. No more wonders. ഇനി ഗലീലയിലും യഹൂദയിലും തിരുവചനം പ്രസംഗിക്കപ്പെടത്തില്ല. No more preaching of the word of God in ക്രിസ്ത്യാനിത്വം Galilee. നിന്നു പോകും. Christianity came to an ഈ end. മാർഗം നിലച്ചു പോകും. Oh, they expected that this എന്നാ would കേട്ടോ, stop. ഇന്ന് രാവിലെ ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, But let we are proclaiming this ക്രിസ്തുസ് morning. അരസ്റ്റി, he is risen. അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Oh, our Jesus is risen. Christos anesti. മിഷണറിമാരെ കൊന്നു കുടിച്ചു മൂടുമ്പോൾ നിങ്ങൾ ഓർക്കുന്നു ഈ സീലുകൾ പൊട്ടത്തില്ലെന്ന്. Oh, they when the missionaries are killed back and forth, they think നിങ്ങൾ that this seal will never come out. അധികാരത്തിന്റെ ഒപ്പുകൾ ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഇനി മിഷണറിമാർ നോർത്ത് ഇന്ത്യ പോകത്തില്ലെന്ന്. When they sign the orders, they think that no more missionaries to North India. മിഷണറിമാരെ കത്തിച്ചു കൊല്ലുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഇനി സുവിശേഷം പ്രസംഗിക്കപ്പെടത്തില്ലെന്ന്. When the missionaries are burned alive, they think no one will preach എന്നാൽ ഒരു തലമുറ anymore. പുറകെ എഴുന്നേറ്റ് വരുന്നുണ്ട്. But a generation is rising. പുനരുത്ഥാന ശക്തി വ്യാപരിക്കുന്ന ഒരു യൗവനക്കാർ പുറകെ എഴുന്നേറ്റ് വരുന്നു. Hallelujah. അശമാനാഥന യൗവനക്കാർ ഇന്ന് പകലിപത്തെ സ്തുതിക്കട്ടെ. അടുത്തൊരു ജനറേഷൻ ഈ ശക്തിയോടെ ഇറങ്ങി വരികയാ. Oh, a generation is coming up with this power of resurrection. ഞങ്ങൾ ആൽബനി ഷാരോ സവോറൊക്കെ പറയുന്നു ക്രിസ്തുസ് അനസ്തി, എന്റെ
യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Even the Sharon Fellowship Church of Albany declares it today that our Jesus is risen. മറ്റു 2 പോയിന്റുകൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക കാര്യങ്ങൾ. Let me go fast. ദൈവശക്തി വ്യാപരിച്ചാൽ എത്ര മുദ്രയും പൊട്ടും കേട്ടോ. When the power of our Lord's resurrection എന്റെ സഹോദരാ, comes, all the seals will be opened. നിനക്കൊരു നന്മ തരില്ലെന്ന് ആരെങ്കിലും വാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, Brother, if someone is challenging you that no more blessing for you, നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, if anyone is telling that I will not let you എന്റെ go അകത്ത് forward, വ്യാപരിക്കുന്ന ആത്മശക്തി ഞങ്ങൾ ഇന്ന് പകൽ ഉറക്കെ വിളിച്ചു പറയുന്നു. പുനരുത്ഥാന ശക്തി നിങ്ങളുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ചില കല്ലുകൾ ഉരുണ്ടു മാറട്ടെ, ചില മുദ്രകൾ പൊട്ടി മാറട്ടെ, കുടുംബങ്ങൾ പുറത്തേക്ക് വരട്ടെ. ആത്മാവിനെ സന്തോഷിച്ചു പറയുന്നു, എന്റെ യേശുവിന്റെ ശക്തി ഈ പകൽ വ്യാപരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen, amen. Yes, Lord. Hallelujah. സഹോദരാ, ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. I am preaching from the experience of my life. നിങ്ങൾ പറയും എന്റെ സഭയിലെ വിശ്വാസികൾക്ക് ചിലപ്പോൾ ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം. Maybe this is something a repetition for you. എന്റെ കൈകൾ ബലങ്ങൾ ഉണ്ടായിരുന്നു. But I was in chains. നിയമക്കുരുക്കുകൾ എന്റെ ഉന്നിലിട്ട് എന്നെ ദുബായ് സെൻട്രൽ ഗവൺമെന്റ് അടച്ചിട്ടു. But I was in prison in Dubai. ഒരു ദിവസം രാത്രി യേശുവിനെ ക്രൂശിക്കപ്പെട്ട കരം ഞാൻ കണ്ടു. But I saw the crucified hands of Jesus എന്റെ മേൽ Christ. വ്യാപരിച്ച് ആത്മശക്തി ഇന്നും തീർന്നു പോയിട്ടില്ല. Oh, the power that worked upon me has not നിന്നെ come to an മുന്നോട്ട് end വിടത്തില്ലെന്ന് today. വ്യാപരിക്കുന്ന എത്ര വലിയ മുദ്രയുടെ ശക്തിയാണെങ്കിൽ പരിശുദ്ധ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവശക്തി എനിക്കൊന്ന് അനുഭവിച്ചറിയണോ? പുനരുത്ഥാന ശക്തി ഒന്ന് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തി തരാം. Hallelujah. ഹല്ലേലൂയ. Amen, amen. രണ്ടാമത് പ്രധാനപ്പെട്ട മെസ്സേജ് റിസറക്ഷൻ നമുക്ക് നൽകുന്ന പ്രധാന the point of resurrection. The second point is the message or the point of resurrection. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പലർക്ക് പ്രത്യക്ഷനാകുവാനിടയായി. Our Jesus resurrected from the dead and he appeared to many. പ്രധാനപ്പെട്ട 7 പ്രത്യക്ഷതകളും അവസാനം പൗലോസിന് 500-ലധികം ആൾക്കാർ അകാല പ്രജ പോലെ പൗലോസിന് പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. And we read that like 7 major appearances of Jesus Christ after his resurrection, and finally he also appeared to Paul. We read ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മറിയ എന്ന സഹോദരിയുടെ മുമ്പിലാണ്. the first Mary was the one who had the privilege to see Jesus. അതിലെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് യേശു ശിഷ്യന്മാരിരുന്ന റൂമിനകത്ത് കർത്താവ് ഇറങ്ങി വന്നു. The second appearance was like in front, in the middle of his disciples as they were sitting in a room. അവിടെ യേശു അവരോട് പറഞ്ഞ 2 പദങ്ങളാണ് 2 ചിന്തകളായി എടുക്കുന്നത്. And the 2 things that Jesus told them is what I want to share with you. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം John chapter 20 19, 20, 21 വാക്യങ്ങൾ verses 19, 20 and 21. ഉറക്കെ ഒരാൾ വായിച്ചാട്ടെ. If someone can read it. ഹല്ലേലൂയ. 19, 20, 21 വാക്യങ്ങൾ നിർത്തി വായിക്കാം. Man. കർത്താവോട് ആവർത്തിച്ച് പറയുന്ന ഒരു പദമാണ് നിങ്ങൾക്ക് സമാധാനം. There's something that Jesus says there repeatedly, peace be unto you. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് Amen. പീസ്ഫുൾ മൈൻഡ് ആണ്, സമാധാനമാണ്. The main message of resurrection is that he offers us a peaceful mind. എന്താ പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം? Why did I say so? സമാധാനം മനുഷ്യന്റെ പോകുന്നത് എവിടെയാ? Where do we lose our peace? ഏറ്റവും വലിയ ഭയം ഉണ്ടാകുന്ന സ്ഥലം എവിടെയാ? Where do we have the most fear in our lives? ആരെങ്കിലും മിണ്ടാമോ? ഏറ്റവും കൂടുതൽ മനുഷ്യൻ പേടിക്കുന്നതിന് എന്തിനെയാ? പാമ്പിനെ എന്തോ? മരണത്തെയാണ്. So it is death that we have the most fear about. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയും. ശിഷ്യന്മാർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഏറ്റവും വലിയ മെസ്സേജ് സെർമൺ എന്തെന്നറിയാമോ? യേശുവിൻ്റെ ഉയർപ്പ് എൻ്റെ മരണത്തെ നീക്കി എന്നുള്ള വാക്കാണ്. And when Jesus comes to the disciples and says that they get the most assurance that the resurrection of Jesus had removed my death.
ഇബ്രായലേഖനം 2-14-15 വാക്യം ഇങ്ങനെ പറയുന്നത്. Hebrews chapter 2 verses 14 and 15 we read. കാണാതറിയാന്നേരം പറഞ്ഞ് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയ പിശാചിനെ. അടുത്ത വാക്യം 15 വാക്യം. അവൻ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതി എന്ന് പറഞ്ഞേ, മരണഭയം എന്ന് പറഞ്ഞേ. Can we say that the fear of death? ബാക്കി ഇരിക്കുന്നവർ പറഞ്ഞേ മരണഭയം എന്ന് പറഞ്ഞേ. Fear of death. മരണഭയത്തിൽ കിടക്കുന്ന നമ്മളെ, അതിന്റെ അടിമത്തത്തിൽ നമ്മളെ വിടുവിച്ചു യേശുവിന്റെ മരണം. So we were under the bondage of the fear of death, but because of the death of Jesus Christ we were delivered from it. നിങ്ങൾക്കറിയാവുന്ന ഭാഗം മരണ വീട്ടിൽ വായിക്കുന്നത് എങ്കിലും ഒന്ന് വായിച്ചു ഉറക്ക വായിച്ചു. 1 കൊരിന്ത്യർ 15 അധ്യായം In 1 Corinthians chapter 15 13 മുതൽ 20 വാക്യങ്ങൾ ഒന്ന് നോക്കി വായിക്കാമോ? verses 13 through 20 we usually read it in the during the funeral services. മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അടുത്ത വാക്യം. ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിയിട്ടില്ല. അടുത്ത വാക്യം. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. അടുത്ത വാക്യം. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. അടുത്ത വാക്യം. ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കാത്തവർ, those who does not believe in the resurrection of Jesus, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നു. they only place their hope in Jesus only for this life. ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ പറഞ്ഞ അർത്ഥം വാക്ക് ശ്രദ്ധിക്കണമേ. And this is what Bible says. അങ്ങനെ ഉള്ളവർ സകല മനുഷ്യരിലും അരിഷ്ടരാണ്. Verse 19 say that if we are only putting our hope during this life only, we are of all men most miserable. എന്നാൽ 20ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. But verse 20, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. but now Christ is risen from the dead and become the first fruits of them that slept. അടുത്ത വാക്യങ്ങളിൽ വായിക്കുന്ന അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമും ഉയർത്തെഴുന്നേറ്റ് വരും. So like whoever believes in Jesus Christ will also resurrect with him. കോവിഡ് വന്നോ, വ്യത്യസ്ത രോഗങ്ങൾ വന്നോ, ഏതെങ്കിലും സമയത്ത് എൻ്റെ ഈ ശരീരവും മണ്ണോട് ചേരും. So one day, either through some sickness, it may be COVID or something else, my body will also enter into this soil. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാവരും ഒന്നാം മരണത്തിൽ പോകേണ്ടി വരും. We all have to go through the first death. All the disciples of Jesus will die. എന്നാൽ യേശുവിന്റെ ഉയർപ്പ് ഞങ്ങൾക്ക് തരുന്ന സമാധാന സന്ദേശം But എന്തെന്നറിയാമോ? what is the peace message that the death of Christ and the resurrection gives us? കർത്താവ് തൻ ഗംഭീരനാദത്തോടും Oh, when the trumpet of the Lord shall sound, പ്രധാനദൂതന്റെ ശബ്ദത്തോടും and the sound of the archangel, ദൈവത്തിന്റെ കാഹളത്തോടും കൂടി when the trumpet of the Lord shall sound, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ and Christ shall ascend. ഒന്നാം മരണത്തിന് കീഴ്പ്പെട്ട ഞങ്ങളുടെ ഭക്തന്മാർ, പിതാക്കന്മാർ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഉയർത്തെഴുന്നേറ്റ് വരും. Amen, hallelujah. All the saints who were died in this world will come up along with them. ഇന്ന് പകൽ ഈ പ്രധാന സന്ദേശം ആരും മറന്നു പോകല്ലേ. Don't forget the main message of this resurrection. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വേർപാൽ വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒന്നാം മരണം നിന്നെ കീഴ്പ്പെടുത്തിയാൽ രണ്ടാം മരണത്തിന് നിന്റെ മേൽ അധികാരമില്ല. നീ ഉയർത്തെഴുന്നേറ്റ് വരെ പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. Even though child of God, we have to die once, but the second death has no power or rule among rule in the body of the children of Christ. We will all rise up when the trumpet of the Lord shall sound. മൂന്നാമത്തെ ചിന്ത, The third thought is the purpose of resurrection. കർത്താവ് ഉയർത്തെഴുന്നേറ്റിന്റെ ഏറ്റവും വലിയ പരമപ്രധാന ഉദ്ദേശം, നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം എന്താ? what is the greatest purpose of resurrection? 21ാമത്തെ വാക്യം, യോഹന്നാൻ 20:21. രണ്ടാം പ്രാവശ്യം പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ. അല്ല, ഇതാണ് പർപ്പസ്. ഇതാണ് പർപ്പസ്. The purpose is that as my Father had sent me, I am also sending you. യേശുക്രിസ്തു ഉയർത്തു എന്ന
ആ വലിയ വാർത്തയാണോ നിങ്ങൾക്ക്? വലിയ വാർത്തയാണോ So അത്? is the Hello. news a great news that Jesus is പ്രതികരിച്ചാട്ട് risen യേശു from the ഉയർത്ത dead? നിങ്ങൾക്ക് വലിയ വാർത്തയാണോ? Yes, amen. വലിയ വാർത്തയാണോ? Amen. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രതികരിച്ചേ. Hallelujah. ഹല്ലേലൂയ. ആ വാർത്ത പ്രൊക്ലെയിം ചെയ്യാൻ പുറത്തേക്ക് പോകണം നമ്മൾ. അതാ പർപ്പസ്. So the purpose of this resurrection is that the disciples of Jesus Christ should go out in order to share this good news of the resurrection of Jesus Christ. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ ആദ്യമായി ഈ ഉയർപ്പിന്റെ സന്ദേശം പറയാൻ ഏൽപ്പിച്ചത് ഒരു സഹോദരിയാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. And we read that this was a sister who was actually had the first appearance of Jesus Christ after resurrection. അടുത്ത 10 മിനിറ്റ് അതൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക, ശ്രദ്ധിക്കണമേ. For the next 10 minutes I just want to share with you about that particular incident. രാവിലെ ഈ സഹോദരിമാർ എഴുന്നേറ്റു. So these sisters woke up early in the അവർ morning. വന്നപ്പോൾ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. When they on their way they had questions. ഒരു കല്ലറയ്ക്ക് വന്നപ്പോൾ കല്ലറയിൽ ആകപ്പാടെ പ്രശ്നങ്ങളാണ്. So when they reached the tomb there was some issues going on there. സുവിശേഷകനായ മത്തായി എഴുതിയ അനുസരിച്ച് വലിയ ഭൂകമ്പമുണ്ടായി. According to Matthew there was an earthquake. കവാടത്തിൽ നിന്ന് പടയാളികൾ വിറയ്ക്കുന്നുണ്ട്. And the soldiers they were shaking. ദൂതസംഘം ഇറങ്ങുന്നവർ കണ്ടു. And they saw the angels. കല്ല് ഉരുട്ടി മാറ്റി വെച്ചേക്കുന്നത് കണ്ടു. They saw the stone was rolled away. പക്ഷേ ഈ സഹോദരി സൺഡേ മോർണിംഗിൽ വന്നതിന്റെ ഉദ്ദേശം കണ്ടില്ല. But whatever was the purpose that this Mary had in her heart, she could not recognize it. എന്തിനാ ഈ കല്ലറയിലേക്ക് ഇവർ വന്നത്? Why these sisters came to the tomb? അവർക്ക് വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യം എടുത്തോണ്ട് വന്ന എന്തിനാ? Why did they brought the most expensive spices? ബോഡി ഓഫ് ക്രൈസ്റ്റിൽ പൂശാനാ വന്നത്. They wanted to apply that on the body of Jesus. യേശുവിന്റെ ശരീരത്തിൽ പൂശാൻ വന്നതാ. They wanted to offer it to the body. ഒന്നും കൂടെ പറയാ, സൺഡേ മോർണിംഗിൽ എന്തിനാ വന്നത്? Why did they come Sunday morning? യേശുവിന്റെ ശരീരത്തിൽ അഭിഷേകം പകരം വന്നതാ. No, they wanted to anoint the body of Christ with these oils. ഏതാണ് യേശുവിന്റെ ശരീരം? What is the body of Christ? നമ്മൾ ഈ സൺഡേ മോർണിംഗ് എന്തിനാ ആലയത്തിൽ വന്നത്? Why are we here this morning? എന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം അങ്ങോട്ട് വ്യാപരിക്കാനാ. Oh, this is to share the power of resurrection. യേശുവിന്റെ ശരീരമാകുന്ന സഭയാണിത്. This is the body of Christ, the church. ആലയത്തിൽ നമ്മൾ വരുന്നത് നമുക്ക് ബലപിടിപ്പത് കൊടുക്കാൻ വേണ്ടിയിട്ടാ. We also come here in order to give the anointing. അവിടെ വന്നപ്പോൾ അവർക്ക് വിലയുള്ളതായ യേശുവിനെ കണ്ടില്ല. And when they came there they could not find Jesus. ആ ഒരു പദം ശ്രദ്ധിക്കണേ. 20-ാം അധ്യായം നോക്കിക്കേ. If you would pay attention to verse 20. 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. Chapter 20 verse 11. ഈ സഹോദരി ആ കല്ലറയിൽ കരഞ്ഞോണ്ടിരിക്കുക. And the sister was crying in the. നോക്കണേ, ആ പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഒരു സഹോദരി. Can you try to imagine in your head, there's a sister standing. ഇരുട്ടുള്ളപ്പോൾ തന്നെ വളരെ വിലപിടിപ്പെട്ട ഒരു സുഗന്ധവർഗവുമായിട്ട് വന്ന് നിൽക്കുകയാണ്. And this sister, came early in the morning when it was still dark outside, and she is standing there with those oils. യോഹന്നാൻ എഴുതിയ എഴുത്ത് ശൈലിയിൽ ഒരു ഒറ്റ സ്ത്രീയെ കുറിച്ച് പറയുന്നുള്ളൂ. And John only mentions about one sister. അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. Let me tell you what I think. ഈ സഹോദരി ആദ്യം വന്ന് കണ്ടപ്പോൾ തന്നെ യേശുവിനെ കാണാഞ്ഞിട്ട് ഓടി തിരിച്ചുപോയി സഹോദരന്മാരോട് പറഞ്ഞു. So when she didn't see Jesus, when she came for the first time, she went back and told the brothers that Jesus is not there. അവർ ലീഡർ ആരാ? Peter. പത്രോസ്. So Peter, who is the leader of those apostles, യോഹന്നാനും കൂട്ടി ഓടി വരികയാണ്. and he came along with John. പത്രോസ് ഇച്ചി പ്രായമുള്ളതും യോഹന്നാൻ പ്രായം കുറഞ്ഞതുമായിരിക്കാം. And Peter might be a little older than John. അതുകൊണ്ട് യോഹന്നാൻ ഓടി ആദ്യ കല്ലറയിലെത്തി. So John reached there faster because he's younger. ഇവര് കുനിഞ്ഞു നോക്കി. And they looked at the tomb. അവർക്ക് യേശുവിനെ കണ്ടില്ല. They could not find Jesus അവർ either. പറഞ്ഞു എന്താ? What did they say? നമുക്ക് ഇവിടെ ഇരിക്കാം. He said, let's sit നമുക്ക് കുറച്ചു here. നേരം കരയാമെന്നാണ് ലീഡർമാർ പറഞ്ഞോ? Did they say that, let's cry for a little bit? വേണ്ടിയില്ല. They didn't say ലീഡർമാർ anything. തിരിച്ചു വീട്ടിൽ പോയി. But the leaders went back home and they didn't find Jesus. പോയപ്പോൾ ഞാൻ ചിന്തിക്കുന്നു മറ്റു സഹോദരിമാരും കൂടെ പോയി. So maybe, the other sisters also went back with Peter and John. ലീഡർക്ക് കാണാൻ ഒന്നുമില്ല. And the leader, he couldn't find anything. അവരൊന്നും ഇനി പ്രതീക്ഷിക്കുന്നില്ല. And they didn't have any more expectation either. അവർ റൂമാലെ കണ്ടിട്ട് പോവുകയാണ്. And they found the rumal there or the towel there and they went പക്ഷേ back. ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. But one sister stood back. ആ ഈ 12-ാമത്തെ വാക്യത്തിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞതിൽ നോക്കും. And this sister who was staying back would, look again എന്താ and ഈ കുനിഞ്ഞു again. നോക്കുന്നതിന്റെ ചിന്ത എന്നറിയാമോ? What is this Mary looking again and അവൾ again? ഇനിയും വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ട്. Oh, she is expecting Hallelujah. something more. കല്ലറയിൽ നിന്ന് എന്താ
പ്രതീക്ഷിക്കുന്ന നമ്മൾ Oh, what is she expecting from them? റൂമാന് മാത്രം കണ്ടു പോകാനല്ല നമ്മൾ വന്നത്. We didn't come just to see the tower. അത്ഭുതം കണ്ട് മടങ്ങാനല്ല ആലയത്തിൽ വന്നത്. We didn't come just to see something and go back. ഞാൻ വിലപിടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. Oh, I have something in it to share. എനിക്ക് യേശുവിനെ കണ്ടിട്ട് ഞാൻ മടങ്ങി പോകത്തോളൂ. I will go back only after visiting my Lord. ലീഡർമാർ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാലും, Even though the leaders say no more hope, കൂട്ടുകാർ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാലും, even when the friends say no more hope, ഒന്നുകൂടെ കരയാൻ തയ്യാറായ, if you are willing to cry ഒന്നുകൂടെ again, വിശ്വാസത്തോടെ നോക്കാൻ തയ്യാറായ, if you are willing to look again with faith, പുതിയ ചില പ്രത്യക്ഷത നിങ്ങൾ കാണും. hallelujah, you will see some new appearances. Amen. മനസ്സിലാകും ദൈവത്തിന്റെ മക്കൾ ദൂത് മനസ്സിലാകുന്നപ്പോൾ Hallelujah. കർത്താവിന്റെ Praise പകൽ the Lord, സ്തോത്രം praise the ചെയ്താട്ട് Lord, praise the പ്രതീക്ഷയോടെ Lord. ആര് കല്ലറവാതിക്ക് വന്നിട്ടുണ്ടോ, hallelujah. പ്രതീക്ഷയോടെ ആര് ആലയത്തിൽ വന്നിട്ടുണ്ടോ, പ്രതീക്ഷയോടെ ആര് നോക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടി പുതിയ പ്രത്യക്ഷത ദൈവം നൽകും. Some miracles happen, Lord. Hallelujah. Yes, Jesus. ഈ സഹോദരി കുനിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ And as his sister was looking again and again, പിന്നെ കണ്ടത് മുമ്പ് നോക്കിയതുപോലെയല്ല രണ്ട് ദൂതന്മാരിരിക്കുന്നു. അങ്ങനെ യോഹന എഴുതിയിരിക്കുന്നത്. so according to what John has reported, പന്ത്രണ്ടാം വാക്യം she നോക്കിയേ, didn't see anyone, in the first time, but verse the second 12, time പന്ത്രണ്ടാം വാക്യം. she saw two angels. They were sitting there. ആ കുഞ്ഞെ നീ ആദ്യം കണ്ടില്ലായിരുന്നു ഇത്? So she didn't see that for the കണ്ടില്ല. first time. No, she didn't see. കണ്ടില്ല. She did not see. നിന്റെ ലീഡർമാർ കണ്ടോ ഇത്? Did her leader see this angels? കണ്ടില്ല. No, they didn't see. ഞാൻ യോഹന്നാന്റെ ഭാഷയിൽ പറയാം, യോഹന്നാൻ എഴുതിയ ഭാഷയിൽ പറയാം. No, according to John, I'm telling. പക്ഷെ ഇപ്പോൾ എങ്ങനെ കണ്ടത്? But how did she see now? കുറച്ചും കൂടെ കരഞ്ഞു, Because she cried again. ഇടക്കിടക്ക് നോക്കി. She stood there. She looked ഞാൻ ഈ again. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? I hope you're following me. ആലയത്തിൽ വരുമ്പോൾ Amen. സൺഡേ മോർണിംഗ് റിഫ്രഷ് സൺഡേയും കർത്താവിന്റെ ആലയത്തിൽ Hallelujah, വരുമ്പോൾ hallelujah, hallelujah. എന്റെ പ്രതീക്ഷ പാസ്റ്റർ കണ്ടില്ലെങ്കിൽ എനിക്ക് പുതിയത് കാണണം. Oh, even when your leader, when your pastor does not see anything Shalom, new, Asiantana. our expectation must be that, I want to see something new. മാമ ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ പറയും ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു അല്ല എനിക്ക് പ്രതീക്ഷിക്കാനുണ്ടെന്ന് പറയണം. Hallelujah. Even when someone say that there is no more hope, no more മോനെ expectation, you യൗവനക്കാരെ, say that yes, I have hope. ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് പറഞ്ഞാൽ Hallelujah. നിങ്ങൾ പറയണം അല്ല യേശുവിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാനുണ്ട്. Oh, brothers and youngsters, let me remind you that when everyone say, when the world says no more hope in your life, say that no, I have some hope because of the presence of Jesus. രണ്ടാം ഭാഗം, Second portion. യേശുവിനോട് ഈ ദൂതൻ ഈ സ്ത്രീയോട് പറയാണ്, മകളെ നീ എന്തിനാ കരയുന്നത്, കുഞ്ഞ് എന്തിനാ കരയുന്നത്, സ്ത്രീ എന്തിനാ കരയുന്നു ചോദിച്ചു. And the angels were talking to the sister, why are you crying? ഞാൻ അത്രയും പ്രതികൂല നടുവിൽ എല്ലാവരും പോയി, അവർ ദൂതന്മാരെ കണ്ടില്ല. പിന്നീട് കരഞ്ഞപ്പോൾ ദൂതനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും മതി, ദാറ്റ്സ് ഇറ്റ്. ദൂതനെ കണ്ടല്ലോ, ദൂതനെ കണ്ടല്ലോ, ഞാൻ അന്ന് വീട്ടിൽ പോയേനെ. പക്ഷേ ഈ So സ്ത്രീ if it was me, who cried, and the second time, if I was able to see the angel, I would think that, I saw angels and I'm happy now, I'll go back home now. അവൾ പറയാണ് ഞാൻ യേശുവിനെ പ്രതീക്ഷിച്ച് വന്ന, നീ അവനെ കണ്ടോ? But she's saying that, I came expecting my Jesus. എന്നൊരു Did പദം you see കഴിഞ്ഞ him? സഹോദരിമാരുടെ മീറ്റിംഗ് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിനെ ആരെടുത്തോണ്ട് പോയി നീ പറ. Oh, hallelujah. This Miss Mary was asking angels, tell me who took my master. എൻ്റെ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, And my master is here. എൻ്റെ കണവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, And my groom is here. എൻ്റെ യേശു. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ഇന്റിമൻസ് ശ്രദ്ധിച്ചോ? See the intimacy എൻ്റെ there. യേശുവിനെ എനിക്ക് കാണണം. And she is saying that I want to see my master. ദൂതനെ കണ്ട് മടങ്ങാൻ അവൾ ആശിച്ച് അവള് ഹല്ലേലൂയ തൃപ്തിപ്പെട്ടില്ല. അവൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പറയാണ്, നീ പറ എൻ്റെ യേശുവിനാ ഇന്ന് പകൽക്കാലം ആരെ കണ്ടില്ലെങ്കിലും ആര് വന്നില്ലെങ്കിലും എൻ്റെ യേശു ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ പ്രശ്നം കണ്ട് സംസാരിപ്പോ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. ആ യേശുവിനെ കാണുവോ എത്ര പേർക്ക് ഈ പകൽ ആഗ്രഹമുണ്ട്? Amen. Hallelujah, hallelujah, hallelujah. Yes, Lord. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു. And she saw a man standing behind her as she യേശുവാ was നമുക്ക് talking. മനസ്സിലായില്ല. She did not realize that was Jesus. ആ വ്യക്തിയോടും അവൾ പറഞ്ഞത് ഇങ്ങനെയാ, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. But to that man also she said, I want to see my master. ഉടനെ 16-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കൂ. Then if you would look into verse 16, യേശു അവളോട് പറയുകയാണ്, Jesus is telling her, മറിയേ Mary,
നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. Oh, someone who would call you by your name. ഒന്നും കൂടെ കരഞ്ഞാലയത്തിലിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? If you are willing to cry for one more second. ആരും കൂടെ കരയാനില്ലെങ്കിൽ ഒറ്റയ്ക്ക് കരയാൻ തയ്യാറാണോ? Even if there is no one to cry along, would you cry by ഒന്നും കൂടെ yourself? വിശ്വാസത്താൽ പ്രതീക്ഷയില്ലാത്ത കല്ലറയിൽ കുനിഞ്ഞു നോക്കാൻ നിങ്ങൾ തയ്യാറാണോ? Are you willing to look again in that empty tomb with faith in your heart? എന്റെ കുഞ്ഞെ, നിന്നെ ഇന്ന് പേര് ചൊല്ലി കർത്താവ് Oh, വിളിക്കും. my Lord will call you by name, എന്റെ പേര് sister. കർത്താവിന് അറിയാം. He knows your ഒട്ടും name. കൊള്ളാത്ത എന്റെ പേര് എന്റെ കർത്താവിന് അറിയാം. Oh, even though I was a sinner, he knew my എന്റെ name. കണ്ണുനീരിന് നടുവിൽ യേശു വന്ന് മറിയ എന്ന് വിളിച്ചുവെങ്കിൽ എന്നെ വിളിക്കുവാൻ ശക്തനാണ്. Lord Jesus, thank you, Lord, for your love, Jesus. Hallelujah. പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Let me conclude with the most important thing. അവളെ പേര് ചൊല്ലി വിളിച്ചിട്ട് ദൗത്യം കർത്താവ് കൈമാറി. After calling her with her name, ഉറക്കെ. Jesus is handing a mission to her. Purpose of resurrection എന്താണ്? 17ാമത്തെ വാക്യം. What is the purpose of resurrection? We can see in verse 17. അതിന് ഗുരു എന്നർത്ഥം. യേശുവോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അടുത്ത വാക്യം, എങ്കിലും നീ എൻ്റെ സഹോദരന്മാർ. അവിടുന്നാണ് എൻ്റെ സന്ദേശം. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെല്ലണം. Amen. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും അവൻ്റെ അടുക്കൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് കയറിപ്പോകാൻ പോകുന്നു. Amen. രാമാനാസിയാന്ധന. Hallelujah. എന്താണ് നമ്മുടെ പർപ്പസ്? ഉയർത്തെഴുന്നേൽപ്പ് പർപ്പസ്. So what is the purpose of this resurrection? ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന പദം അത് തന്നെയാണ് ഈ സഹോദരനോടും പറയുന്നത്. നീ കണ്ണുനീരോടെ ഇരുന്ന് കരഞ്ഞ് എന്നെ നീ കാണാനിടയായി തീർന്നു. പക്ഷെ എനിക്ക് നിന്നെ ദൗത്യം ഏൽപ്പിക്കാനുണ്ട്. എന്തെന്നറിയാമോ? നീ പോയി ഉയർപ്പിന്റെ സന്ദേശം ആയിരങ്ങളോട് പറയണം, സഹോദരന്മാരോട് പറയണം. Hallelujah. Jesus is giving her a mission that Mary, go back and tell your brothers and everyone that I have seen him. അതുകൊണ്ട് ഈ പുൾപിറ്റ് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു. So that's why even in the pulpit today also we proclaim and declare. ഞങ്ങളുടെ ഗുരുവിനെ Oh, our master. 2021 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, Around 2021 years ago. റോമൻ ഗവൺമെന്റ് വിധിച്ച കല്ലറയ്ക്കകത്ത് ഒതുക്കി നിർത്തി. And the Roman government tried to put him in a tomb. ഒരിക്കലും പുറത്തു വരില്ലെന്ന് പറഞ്ഞു. They said he will never come out. ഞങ്ങളുടെ ഈ മാർഗം തീർന്നു എന്ന് പറഞ്ഞു. They thought, this way had come to an end. ഇനി ആരും ഇത് പ്രസംഗിക്കില്ലെന്ന് പറഞ്ഞു. They thought, no one else would preach it യേശുവിന്റെ anymore. മാർഗം തീർന്നു പോയെന്ന് പറഞ്ഞു. They said, it has come to an end. എന്നാൽ ഉയർപ്പിന്റെ സന്ദേശം ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു. But we are declaring the ക്രിസ്തുസ് അനസ്തി. Christos Anasti. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Christ is risen. ഇന്ന് പകൽ അവനെ വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ If you can have faith in him, നിങ്ങളും ഒന്നാം മരണം കഴിഞ്ഞ് അവന്റെ കാഹളത്തിൽ ഉയർത്തെഴുന്നേറ്റ് you വരും. will also rise up again with him after your first death. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Would you stand up with me? യേശുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന 3 പാഠങ്ങൾ. 3 messages that the resurrection of Jesus Christ gives us. യേശുവിന്റെ ഉയർപ്പിൽ ഒരു ശക്തി വ്യാപരിച്ചു. Number 1, there's a power that was in the resurrection. ആ ശക്തി ഇന്നും ദൈവസഭയ്ക്കകത്ത് And the വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. same power is still working in the body of Christ Church. എത്ര കല്ലാകട്ടെ, എത്ര പ്രശ്നങ്ങളാകട്ടെ, അതിനെ വ്യാപരിച്ച് തകർക്കുവാൻ അവന്റെ ശക്തി Doesn't matter വ്യാപരിക്കുന്നു. how big the stones or problems, even today this power is able to remove those stones away for you. മെയിൻ പോയിന്റ് ഓഫ് റിസറക്ഷൻ, പ്രധാനപ്പെട്ട സന്ദേശം, റിസറക്ഷൻ സന്ദേശം എന്ന് Number പറയുന്നത് 2, the main message of resurrection is, മരണഭയം മാറ്റി എനിക്ക് സമാധാനം. we are given peace after removing the fear of death. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ശിഷ്യന്മാർക്ക് നൽകുന്ന പർപ്പസ് എന്ന് പറയുന്നത് The- അതിന് ഉറക്കെ വിളംബരം ചെയ്യുക The എന്നുള്ളതാണ്. purpose of resurrection is to share that good news to everyone. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ 23 പദങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ In Acts chapter 2 verse 23 onwards we read, അതിനുശേഷമുള്ള അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളെല്ലാം യേശുവിന്റെ ഉയർപ്പ് സംബന്ധിച്ചായിരുന്നു. they were preaching about the resurrection of Jesus Christ ever since they started the work. കുഞ്ഞെ, ഇന്ന് പകൽ ഈ ആരാധനാലയത്തിൽ Amen. താങ്കൾ വന്നത് താങ്കളുടെ കൈ വിലപ്പെട്ടത് കർത്താവിന് കൊടുക്കാനാണോ? Oh, did you come to this church today for the service today? Is it to give something precious to Jesus? താങ്കളുടെ കൂടെ 3.5 കൊല്ലം കർത്താവിന്റെ കൂടെ നടന്നവർ ആരും താങ്കളുടെ കൂടെ വന്നു കാണത്തില്ല. Maybe no one else who walked along with you for the 3.5 years came with you. അവര് ഭയന്നോ വ്യത്യസ്ത കാരണത്താൽ കംഫോർട്ട് സോണിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. They are sitting somewhere maybe because of fear. തനിക്കെന്താ ഇത്ര ധൈര്യത്തോടെ ഈ കല്ലറയിൽ വന്നത്? But Mary, why are you staying here too long?
മറിയ പറയും, അവൻ എനിക്ക് ചെയ്തത് വലിയ കാര്യമാണ്. Oh, Mary would say that he has done something great for me. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി എനിക്ക് വന്നല്ലേ. Oh, Mary had a great joy in her heart when she was എനിക്ക് waiting. നിങ്ങളുടെ മുമ്പിൽ കണ്ണു നിറഞ്ഞ് പറയാൻ കഴിയും, Hallelujah, എന്റെ hallelujah. യേശു എനിക്ക് ചെയ്ത വലിയ കാര്യം ഓർക്കുമ്പോ Amen, amen, amen. ആര് വന്നില്ലെങ്കിലും ആരാധിച്ചില്ലെങ്കിലും ആര് കൊടുത്തില്ലെങ്കിലും ആര് പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയാൻ ഒത്തിരി കാരണമുണ്ട്. എന്റെ യേശുവിനെ എനിക്ക് കാണണം. Hallelujah, 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 hallelujah. ഹല്ലേലൂയ. എന്താണ് ബലപടിപ്പത് കർത്താവിന് കൊടുക്കാൻ കൊണ്ടുവന്നത്? What is it that we have to offer him today? കർത്താവിന് ഇന്ന് പകൽ വേണ്ട എന്തെന്നറിയാമോ? You know what our Lord wants today? നിങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിന് ഹൃദയം തുറന്ന ഒരു ആരാധന അല്ലാതൊന്നും കർത്താവിന് വേണ്ട. Lord doesn't expect anything, other than a grateful heart and a worship from your heart. അച്ഛാ, താങ്കൾക്ക് ദൈവം കരം ചലിപ്പിക്കാൻ ആരോഗ്യം നൽകി. If God has given us good health, താങ്കൾക്ക് നല്ല ജോലി നൽകി. we are given good jobs. നിങ്ങളുടെ ഭവനത്തിനകത്തൊന്നും കുറവ് കർത്താവ് വരുത്തിയില്ല. We don't have anything lacking. ഏറ്റവും അധികമായി യേശു താങ്കൾക്ക് വേണ്ടി മരിച്ചില്ലേ? Most of all, Jesus died for your sins. ഇന്ന് പകൽ ആ യേശുവിനെ കാണാൻ ഇതിനകത്ത് വന്നെങ്കിൽ If you have come here to see that Jesus, താങ്കൾക്ക് വിലപിടിപ്പത് കർത്താവിന് കൊടുക്കാൻ കഴിയുമോ? can you give something precious to Jesus? കർത്താവേ, ആര് തന്നില്ലെങ്കിലും എൻ്റെ ഉണ്ട് ഒരുക്കിയത് നിനക്ക് തരാൻ. Lord, even though no one else stays back, Lord, I have something to offer you. I will stay back, Lord. ശ്ലീഹന്മാർ പിന്നെ പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴെല്ലാം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പ്രസംഗിച്ചു. When apostles started preaching, they started preaching about the resurrection of Jesus Christ. ഞാൻ ആദ്യം വായിച്ച അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തേതിൽ വാക്യം ഇങ്ങനെയുണ്ട്. In Acts chapter 2, there's a verse like this. മരണഭാഷങ്ങൾ അഴിച്ച് അവനെ യേശുവിനെ ഉയർപ്പിച്ചു. Like a God has untied the death strings and risen him. മരണം അവനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. The death could not hold him back. അടുത്ത വാക്യം അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. The next verse says like Verse this. 25 ഇങ്ങനെയാണ്, എൻ്റെ ഹൃദയം അതുകൊണ്ട് സന്തോഷിക്കുന്നു. So it says that my heart will rejoice because of എൻ്റെ that. നാവ് അതുകൊണ്ട് ആനന്ദിക്കുന്നു. My mouth will be glad. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ ജഡം പ്രത്യാശയാൽ വസിക്കുന്നു. My body also will hope. എന്താ എൻ്റെ ജഡത്തിന്റെ പ്രത്യാശ? What is the hope of our body? യേശു ക്രിസ്തു ഉയർത്തത് എനിക്ക് ആനന്ദം തരുന്ന സംഭവമാണ്. What Jesus, the resurrection of Jesus is what gives me joy. എൻ്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിന്റെ കാരണം ക്രിസ്തോസ് അനസ്റ്റി അവൻ ഉയർത്തു എന്നുള്ളതാണ്. The reason for the joy of my heart is that my Christ is risen. എൻ്റെ മനസ്സിന്റെ ആനന്ദം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തതിനാലാണ്. The joy of my heart is because he is risen. എൻ്റെ ജഡം പ്രത്യാശ നിറയുന്ന കാരണം യേശു എന്നെ ഉയർപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ്. Hallelujah, it is my hope that I will resurrect with him. Amen. യേശു ജീവിക്കുന്നതിന്, ഭൂമിയിൽ വരുന്നതിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് യോബ് എന്ന ഭക്തൻ ഇങ്ങനെ പറഞ്ഞു. 19-ാം അധ്യായത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 25 വാക്യങ്ങൾ ഇങ്ങനെയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നുവെന്നും. അപ്പൊ അത് ശ്രദ്ധിക്കണം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ഈ ത്വക്ക് ഇങ്ങനെ ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ കാണും, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. ഇതാണ് യേശുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്നുള്ളതാ. ഭക്തൻ ഇങ്ങനെ പാടി, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണുമീട്ടും സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ ഞാനും കാണും, കണ്ടിടും എൻ്റെ പ്രിയനെ ഞാൻ കണ്ടു. ഉയർപ്പിന്റെ സന്ദേശം എൻ്റെ അകത്തളകളിൽ വ്യാപരിക്കുന്ന പ്രതീക്ഷയും പ്രത്യാശയും. ഹല്ലേലൂയ. പ്രതീക്ഷ എന്തെന്നറിയാമോ? ഞാൻ എൻ്റെ കർത്താവിനെ കാണുമെന്ന് പ്രതീക്ഷയാണ്. ചേർന്ന് ആ പഴയ കാലത്തിന് വരികൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ സന്ദേശം, ഉയർപ്പ് സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം എക്സ്പീരിയൻസ് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ ആ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, ആ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും
കണ്ടിടും അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ മറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും മറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും പിന്നിൽ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നീങ്ങും വാനിൽ ചേരുമേ പിന്നിൽ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നീങ്ങും വാനിൽ ചേരുമേ കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അക്ഷരാല കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ വേഗം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാൻ വേഗം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാൻ ആശഭാഷമാകും വൃത്തികൾ മുറ്റുമായ ഋതു നീക്കണോ ആശഭാഷമാകും വൃത്തികൾ മുറ്റുമായ ഋതു നീക്കണോ കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ എന്നാശയൊന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിട്ടേജസ് എന്നാശയൊന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിട്ടേജസ് അങ്ങേ കാണുവാൻ വിട്ടേജസ് എന്നാശയൊന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിട്ടേജസ് എന്നാശയൊന്നു അങ്ങേ കാണുവാൻ വിട്ടേജസ് എന്നാശയൊന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിട്ടേജസ് എന്നാശയൊന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിട്ടേജസ് എന്നാശയൊന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിട്ടേജസ്
സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 കർത്താവേ, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഉയർപ്പ് നമുക്ക് നൽകുന്ന പ്രതീക്ഷ എന്തെന്നറിയാമോ? നമ്മളും ഒന്നാം മരണത്തിന് കീഴ്പ്പെട്ട് കല്ലറയ്ക്കകത്ത് പോകും. എന്നാൽ ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ, കല്ലറയിൽ നിന്ന് നമ്മൾ ഉയർന്നെഴുന്നേറ്റ് വരുമ്പോൾ ഒരു വെല്ലുവിളി നമ്മൾ നടത്തും. അത് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. കല്ലറയെ നോക്കി പറയും, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? കല്ലറയെ നോക്കി നമ്മൾ വെല്ലുവിളിച്ചിട്ട് പറന്നു പോകും. നമുക്കതിന് പ്രതീക്ഷ നൽകിയത് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാ. എന്ന് പകൽ ആ പ്രതീക്ഷയും പ്രത്യാശയും ഹൃദയത്തിൽ വസിക്കട്ടെ. സഹോദര, ഞങ്ങളുടെ യേശു ഉയർത്തത് താങ്കൾക്കും ഒരു സമാധാന സന്ദേശമാ. ഇന്ന് പകൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് യേശു കർത്താവ് രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് കർത്താവിനോട് ചേരുന്ന കൽപ്പന അനുസരിച്ച് വേർപെട്ട് കർത്താവിനെ ആരാധിപ്പാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ പാതാളത്തെയും മരണത്തെയും ജയിച്ചുകൊണ്ട് താങ്കളും കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും. അല്ലാതെ എത്ര ചൊല്ലുചൊല്ലുത്തിയാലും, എത്ര പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും, മരിച്ചിട്ട് എത്ര കൂദാശ നടത്തിയാലും ഉയർക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേദന നൽകുന്ന പദമാണെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ മകനായി ജീവിക്കുന്ന ഏത് ശിഷ്യനും ഒരു പ്രതീക്ഷയുണ്ട്, സമാധാനമുണ്ട്. ഞങ്ങൾ കല്ലറകൾക്ക് പുറത്തു വരുമെന്നുള്ളത്. ആ സന്തോഷമുള്ള പ്രത്യാശയുള്ളവർ കരങ്ങളെന്ന് വീശി കർത്താവിനെ സ്തുതിച്ചാട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഉയർപ്പിന്റെ സന്ദേശം ഈ പുൽപ്പിറ്റിൽ ഇന്ന് പകൽ ഞങ്ങൾ പങ്കുവെച്ചു. അങ്ങ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഉറക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. കർത്താവ്, ഈ സന്ദേശം ഈ ശബ്ദപരിധികൾക്കുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മാധ്യമങ്ങളിൽ കേൾക്കുന്നവർ അവരുടെ ഹൃദയത്തിൽ പ്രത്യാശ ഉരുവാകട്ടെ. കർത്താവേ, കർത്താവിനെ കാണുവാൻ ആഗ്രഹത്തോടെ ആലയങ്ങളിൽ വരുന്നവരായി ഞങ്ങളെ തീർക്കണമേ. മറ്റൊന്നും ഞാൻ കാണേണ്ട കർത്താവേ, യേശുവിനെ കണ്ടു മടങ്ങുവാൻ, യേശുവിനെ ശബ്ദം കേട്ട് മടങ്ങുവാൻ, യേശുവിനെ സ്പർശനം കേട്ടിട്ട് കണ്ടുകൊണ്ട് മടങ്ങുവാൻ ഞങ്ങളെ ഇന്ന് പകൽ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ആലയത്തിൽ കടന്നു വന്ന ആരാധന സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ശാരീരിക സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവരുടെ ശരീരങ്ങളിൽ തൊട്ട് അവർക്ക് സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലായിരിക്കുന്നവർ, ആലയത്തിലായിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ സ്ഥലങ്ങളിലായിരിക്കുന്നവർ, കർത്താവ് യാത്ര ചെയ്യുന്നവർ, ജോലിയിലായിരിക്കുന്നവർ ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഉയർപ്പ് സൺഡേയിൽ എൻ്റെ ജനത്തെ ഹൃദയം നിറഞ്ഞ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വേലയെ സ്നേഹിച്ചർപ്പിച്ച സ്തോത്ര വഴിപാടിനായി ദശാംശങ്ങൾക്കായി സ്തോത്രം. 100 മടങ്ങ് പ്രതിഫലം കൊടുത്താട്ട് ഞങ്ങൾ പിരിയുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സന്തോഷത്തോടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ അളവറ്റ ശക്തിയോടെ കർത്താവിന് മുൻ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവനായി അനന്തോടെ നിർത്തുവാൻ കഴിയുന്ന ത്രിയേകദൈവ അവകാശവും കൂട്ടായ്മയും കാവലും പരിപാലനങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയം വിശേഷാൽ കടന്നു സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും എന്നേക്കും കർത്താവ് രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടാം ദൈവത്തിന്, ഉയർക്കപ്പെട്ട കർത്താവിന് ഒരു പ്രാവശ്യം കണ്ട് 3 ഹല്ലേലൂയ പറഞ്ഞ കർത്താവ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം ഒരു നിമിഷം